ഇത് ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടത് ഇവിടെയാണ്. കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനാക്കിയ പീലാത്തോസിന്റെ വിധിവാചകം ഇവിടെ ഇപ്പോഴും മുഴങ്ങുന്നതായി തോന്നും. രണ്ടാം സ്ഥലമാണ് ഇത്. ഇവിടെ വച്ചാണ് ലോകപാപങ്ങളുടെ ഭാരമേറിയ കുരിശ് കർത്താവിൻ്റെ മേൽ ചുമത്തിയത്. ഇവിടുത്തെ മരുഭൂമിയിൽ കാണുന്ന ഈ മുൾച്ചെടിയാണ് കിരീടം പോലെ വളച്ചെടുത്ത് കർത്താവിൻ്റെ തലയിൽ വച്ചത്. ഇത്തരം മുൾമുടികൾ വിശ്വാസികൾ ഒരു സ്മാരകമായി ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. ഇത് മൂന്നാം സ്ഥലം. കുരിശിന്റെ വഴിയിൽ ദൈവപുത്രൻ ഒന്നാം പ്രാവശ്യം വീണത് ഇവിടെയായിരുന്നു. നാലാം സ്ഥലം. ഏറ്റവും സങ്കടകരമായ കൂടിക്കാഴ്ചകളിൽ ഒന്ന് നടന്നത് ഇവിടെയാണ്. ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കണ്ട സ്ഥലമാണ് ഇത്. അഞ്ചാം സ്ഥലം. കുരിശു വഹിച്ച് നീങ്ങിയ ഈശോയെ സൈറീൻകാരനായ ശിമയോൻ കുരിശു ചുമക്കാൻ സഹായിച്ചത് ഇവിടെ വച്ചായിരുന്നു. ആറാം സ്ഥലം. ഇവിടെ വച്ചായിരുന്നു ഭക്തയായ വെറോനിക്ക തന്റെ ചേലാഞ്ചലം കൊണ്ട് ഈശോയുടെ തിരുമുഖം തുടച്ചത്. വെറോനിക്ക കർത്താവിന്റെ തിരുമുഖം തുടച്ച ആ തുണി ഇപ്പോൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏഴാം സ്ഥലം. ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കർത്താവ് രണ്ടാം പ്രാവശ്യം വീണത് ഇവിടെയാണ്. എട്ടാം സ്ഥലം. പതിവില്ലാത്ത ബഹളം കേട്ട് വീടിന് പുറത്തേക്കിറങ്ങിയ ജെറുസലേമിലെ സ്ത്രീകൾ കർത്താവിൻ്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു. അവരെ അവിടുന്ന് ആശ്വസിപ്പിച്ചത് ഇവിടെ വച്ചായിരുന്നു. ഒൻപതാം സ്ഥലം. അതിദുസ്സഹമായ പീഡനങ്ങളും കുരിശിന്റെ ഭാരവും മൂലം ഈശോ മൂന്നാം പ്രാവശ്യം വീണത് ഇവിടെ വച്ചായിരുന്നു.